ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിച്ച് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ടയും മുരിങ്ങൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമ്മൊരു ചെറിയൊരു ഫ്രൈ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു മരമുണ്ട് കേട്ടോ. അപ്പോൾ ആ മരത്തിൽ നിന്ന് നമുക്ക് ഓടിക്കാം. ഇതാണ് ആ മരം. ഓക്കെ, പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് വലിച്ചിട്ട് കുറച്ച് 2 മുട്ടയും ഇതും കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ മുരിങ്ങ ഒടിക്കാൻ പോകുന്നു കേട്ടോ. മുരിങ്ങ ഒടിക്കൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരുപാട് ഇവിടെയുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുണ്ട്, ഈ തളിർത്ത് ഇങ്ങനെ നിൽക്കണ ഈ മുരിങ്ങയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ താഴെ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മതി. ഓക്കെ, നമുക്ക് ഇത് ഒരു പൊരിയൽ പോലെ ആക്കാം. ജസ്റ്റ് ഗോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിൻ്റെ മുട്ടയും മുരിങ്ങയും കൂടിയുള്ള പൊരിയലാണ് ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പ്ലാനൊന്നും ഇല്ലാതെ ലോക്കലാണ്. ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കാം. സിമ്പിൾ കുക്കിംഗ് ആണ്. ഇത്ര എണ്ണ മതി, ഒരുപാട് വേണ്ട. നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, ഒണിയൻ, ഗ്രീൻ ചില്ലി, പച്ചമുളക്, ചില്ലി, പിന്നെ നമ്മൾ ഇറച്ചില്ലേ മുരിങ്ങ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് സിമ്പിൾ കുക്ക് ചെയ്യാനാണ് നമ്മുടെ വീഡിയോ. എണ്ണ ചൂടാണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓണിയൻ ഇടുന്നുണ്ട്. ഓണിയൻ എണ്ണ ചൂടായിട്ടുണ്ട്. ഓണിയനും ചില്ലി, പച്ചമുളകും. ഓക്കെ, ഒരു ജസ്റ്റ് ഇതൊന്ന് വതക്കുക. പിന്നെ ഉപ്പ് നമ്മൾ കുറച്ചിട്ട് കേട്ടോ. ഉപ്പിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓണിയൻ വഴങ്ങും. ഓക്കെ, പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ചെറിയുള്ളി ആയിരിക്കണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയുള്ളിലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് പൊടി, ഒരു പൊടി മഞ്ഞപ്പൊടി. നമ്മൾ ഇത് വെക്കുന്ന മുരിങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യും. മുരിങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇടയിൽ കുറച്ച് ഇതിലൊക്കെ വന്നു. നമ്മളിത് ഇതൊന്ന് ഹാഫ് കുക്കാണ്. എന്നിട്ട് നമ്മൾ മുട്ട ഇതിലേക്ക് ചേർക്കണം. ഓൾറെഡി ഇത് മുരിങ്ങയും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കാം. ഓക്കെ, നമുക്ക് ഇളക്കാം. നല്ല ഡീപ്പായിട്ട് ഇതാകുന്നവരെ ഇളക്കാം കേട്ടോ.
ഡീപ്പായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേ അടിയിൽ പിടിക്കാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഓൾറെഡി നമ്മുടെ ഇതായി. ജസ്റ്റ് ഇത് പാലക്കാട് സ്റ്റൈലാണ്. ഒരു കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് റെഡി. നൗ putting in the plate. Okay, പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, ഗൈസ്, നമ്മുടെ കുഞ്ഞ് മുട്ടയും എന്താണ് ഓണിയനും മുറുകിയും വെച്ചിട്ടുള്ള കുഞ്ഞ് പാലക്കാട് സ്റ്റൈല് മുട്ട പൊരിയൽ എന്ന് പറയും. അത് റെഡി ആക്കിയിട്ട് അപ്പൊ നമുക്ക് കഴിച്ച് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിന്റെ ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ അടിപൊളി ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു, ബൈ.